ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ഫെബ്രുവരി 21 2026 ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസിന്റെ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ സമയം കളയുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ എടുത്തിട്ട് അതെങ്ങനെയാണ് UPSC എക്സാമിന് റിലവൻ്റ് ആവുന്നത്, ആ റിലവൻസി അനുസരിച്ച് ഉള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു നോട്ടുമായിട്ട് വേണം ഇരിക്കാൻ എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്നും പറയുന്ന ഓരോ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻസ് പ്രിപ്പറേഷനും അതേപോലെ തന്നെ പ്രിലിംസ് പ്രിപ്പറേഷനും വളരെയധികം ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ നമുക്ക് സമയം കളയണ്ട, ന്യൂസിലേക്ക് കിടക്കാം. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നോക്കേണ്ടത് സൈമിൾട്ടേനിയസ് പോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ, സൈമിൾട്ടേനിയസ് ഈ പോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2024 മുതൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വെച്ചിരിക്കുന്ന ഒരു ലെജിസ്ലേറ്റീവ് ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഉള്ളതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെ. അപ്പൊ ഈ ഒരു രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള രാജ്യസഭ, അതേപോലെ തന്നെ ലോക്സഭ, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, ഈ പറഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കെല്ലാം ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യത്തെ ഇലക്ഷൻ, ഒരു ദിവസം കൊണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, സൈമൾട്ടേനിയസ് ആയിട്ട് ഒരൊറ്റ ഇലക്ഷൻ സമയത്ത് തന്നെ ഇലക്ഷൻ നടത്തുന്നതിനെയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വീഡിയോ 1 മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, എന്താണ് വൺ നേഷൻ വൺ ഇലക്ഷന്റെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് റണ്ണാവുന്നതിലൂടെ എന്തൊക്കെയായിരിക്കാം അഡ്വാൻറ്റേജ് എന്നുള്ളത് നിങ്ങളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുക. ഈ ഒരു എക്സസൈസ് ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. കാരണം നമ്മൾ എക്സാം ഹോളിൽ മെയിൻസ് എഴുതാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ പഠിച്ച രീതിയിൽ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കണമെന്ന് തീരെ നിർബന്ധമില്ല. മറിച്ച് നമ്മളുടെ ബ്രെയിൻ ഇതിനെ ഓരോ കാര്യങ്ങൾ പല പല കാര്യങ്ങളായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു വേർഡ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഇത്രയും നാളും പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഓർമ്മ വരും. അപ്പൊ ഓർമ്മ വരണം. ആ ഓർമ്മ വരാനായിട്ട് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മ വരുന്നോ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ എല്ലാ ആസ്പിറൻസും ഫേസ് ചെയ്യുന്ന മെയിൻസ് ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ മെയിൻസിന്റെ ടെസ്റ്റിന്റെ സമയത്ത് അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷന്റെ സമയത്ത് എല്ലാ ആസ്പിറൻസും ഫേസ് ചെയ്യുന്ന മേജർ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്പീഡാണ്. അതായത് ഈ 3 മണിക്കൂറിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹെർക്കുലിയൻ ടാസ്ക്, അത് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്ന് പറയുന്ന ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ ഇപ്പോഴേ ബ്രെയിൻ സ്റ്റോം ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ് കിട്ടുന്നുണ്ട്, എന്തൊക്കെ വാല്യൂ അഡീഷൻസ് കിട്ടുന്നുണ്ട്, എന്തെങ്കിലും ഡേറ്റ കിട്ടുന്നുണ്ടോ, ഏതെങ്കിലും കമ്മിറ്റിയുടെ പേരുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കുക. സോ അപ്പോൾ നമുക്ക് ആ ബ്രെയിൻ സ്റ്റോം ചെയ്തതിന് ശേഷം ഇനി ബാക്കിയുടെ ക്ലാസ് കേൾക്കുക. ഓക്കെ, സോ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡിപെൻഡൻസ്, ഇപ്പൊ നമ്മളിതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ള 1947 ശേഷം 1952 ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനും അതേപോലെ തന്നെ ലോക്സഭയിലേക്ക് ഉണ്ടായിരുന്ന ഇലക്ഷൻ എല്ലാം എന്തായിരുന്നു? ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. രാജ്യസഭ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, ലോക്സഭയിലേക്കുള്ളതാണ്. കാരണം രാജ്യസഭ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണല്ലോ. സോ അപ്പൊ ഇതില് ലോക്സഭയിലേക്കും എല്ലാ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും എങ്ങനെയായിരുന്നു? ഓക്കെ, ഒരു റിയൽ ടൈം, അതായത് ഒരേ സമയത്ത് തന്നെയായിരുന്നു എലക്ഷൻസ് നടന്നുകൊണ്ടിരുന്നത്. 1951-52 കാലഘട്ടങ്ങളിലെ എലക്ഷൻസ് എല്ലാം ഒരേ ഒരു എന്താ പറയുക സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതേ പ്രോസസ്സ് എങ്ങനെയുണ്ടായിരുന്നു? 52 ശേഷം 57 അതേപോലെ 62 67 ഇതേപോലെ തന്നെ സൈമിൾട്ടേനിയസ് എലക്ഷൻസ് വരികയുണ്ടായി. പക്ഷേ 67 ശേഷം ഒരുപാട് സംസ്ഥാനങ്ങൾ പ്രസിഡന്റ് റൂളിലേക്ക് വരികയും അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അസംബ്ലിനെ പിരിച്ചുവിടുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് മൊത്തത്തിൽ എന്തായത്, ഇതിന്റെ ആ ഒരു പാറ്റേൺ മാറിപ്പോയത്. അതേപോലെ തന്നെ 67 ശേഷം വന്നിരിക്കുന്ന മന്ത്രിസഭകളിലെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂസ് ഗവൺമെന്റ് വന്നിട്ടില്ല. കൊളീഷൻ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു.
മന്ത്രിസഭ താഴെ പോവുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു സൈമൾട്ടേനിയസ് ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഈ ഒരു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് ഇലക്ഷൻ തന്നെയായിരുന്നു. പിന്നീട് നമ്മളുടെ ഡെമോക്രാറ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പബ്ലിക് ഡിമാൻഡ് കാരണമല്ല ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറിപ്പോയത്, മറിച്ച് നമ്മളുടെ കോണ്ടെക്സ്റ്റൽ ഡിമാൻഡ് കാരണമാണ്. അതായത് പല സ്റ്റേറ്റ്സും പ്രസിഡന്റ് റൂളിന് ശേഷവും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസിക്ക് ശേഷവും അവര് പിരിഞ്ഞു പോവുകയും വീണ്ടും പുതിയ മന്ത്രിസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ആ മന്ത്രിസഭയുടെ 5 വർഷം എന്ന് പറയുന്നതിന് മുൻപേ തന്നെ ലോക്സഭ ഇലക്ഷൻസ് വരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ വേരിയേഷനിൽ നിന്നുമാണ് ഈ സൈമൾട്ടേനിയസ് ഇലക്ഷനിൽ നിന്നും ഇന്ത്യ മാറിപ്പോയത്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ ആയിരിക്കും ഇന്ത്യയിൽ നടക്കുന്നതെന്നൊന്നും ഫോർസീൻ ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങനെ ഒരു കൺവെൻഷൻ പറയാൻ പറ്റില്ല. അതൊരു കോണ്ടെക്സ്റ്റുവൽ ഈസ് ആയിരുന്നു. കാരണം അതൊരു ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരുന്നത്, ആരുടെയും പ്രത്യേകിച്ച് ഒരു എഫേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ 5 കൊല്ലം കഴിയുന്നു. അതായത് 1951 ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ നടന്നു, ലോക്സഭയിൽ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 1957 അടുത്ത ഇലക്ഷൻ നടക്കുന്നു. അതിനുശേഷം 5 കൊല്ലം എന്നുള്ളതാണ്. അപ്പൊ അതൊരു പാറ്റേണിൽ പോയൊരു കാര്യമാണ്. സോ ഇപ്പോ പക്ഷെ ഗവൺമെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളുടെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന സർ ഹോണറബിൾ രാംനാഥ് കോവിന്ദ് സാറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റിയാണ് പുതിയതായിട്ട് ഈ സൈമൾട്ടേനിയസ് ഇലക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു കമ്മിറ്റി ആയിട്ട് ഫോം ചെയ്തതിനു ശേഷം അതിന്റെ ഫീസിബിലിറ്റിനെ കുറിച്ച് പഠിച്ചു. അവർ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. അതായത് ഇന്ത്യയിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മാറുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു ലെജിസ്ലേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും പോളിസി മേക്കേഴ്സ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്, നമ്മൾ എല്ലാവരും ബ്യൂറോക്രാറ്റ്സ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ലെജിസ്ലേഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ഒരു GST എന്ന് പറയുന്ന ഒരു ലെജിസ്ലേഷൻ വന്നു. അപ്പൊ GSTയുടെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാനാണ് GST വന്നത്. അതേപോലെ പോക്സോ എന്ന് പറയുന്ന ഒരു ലെജിസ്ലേഷൻ വന്നു. കുട്ടികൾക്ക് നേരെയുള്ള പോണോഗ്രഫി, അതേപോലെ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള സെക്ഷൽ അസോൾട്ടിനെ കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വന്നത്. ലൈക്ക് വൈസ് നമ്മളുടെ സൈമൾട്ടേനിയസ് ഇലക്ഷനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാം. അതായത് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നൊന്ന് മാറാം. എന്നിട്ട് നമുക്ക് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയട്ടെ. നമ്മളുടെ ടോട്ടൽ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഓരോ വർഷം അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ഏകദേശം 10,000 മുതൽ 12,000 കോടി രൂപ വരെ ചെലവാണ്. 10,000 മുതൽ 12,000 കോടി രൂപ വരെ. അപ്പൊ ഇത്രയും പൈസ എവിടെ നിന്നാണ് വരുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് വരുന്നത്, എക്സ്ചെക്കർ എന്നാണ് വരുന്നത്, ടാക്സ് പേയേഴ്സ് മണിയാണ്. അപ്പൊ ഇത്രയും പൈസ ഇങ്ങനെ നമ്മൾ ഓരോ ഇലക്ഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതിനേക്കാളും അപ്പോ ഇത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ 12,000 കോടി രൂപ അല്ലെങ്കിൽ 10,000 കോടി രൂപ ഒരു ഇലക്ഷൻ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ്സിന്റെ ഇലക്ഷൻ കൂടി നടത്തുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എക്സ്ചെക്കറിനകത്തുള്ള ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഹൈ ലെവൽ കമ്മിറ്റി സൈമൾട്ടേനിയസ് ഇലക്ഷനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ ഒരു ട്രിവിയൽ ആയിട്ട് പറയാം, ഇതിനെ UPSC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറൊന്നുമില്ല. ബട്ട് ഇത് സെപ്റ്റംബർ 2-ാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിനുശേഷം ഇവരുടെ 2024 ഇവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, സോ അപ്പൊ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന സംഗതി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു നോർമൽ പർപ്പസ് എന്താണെന്നുള്ളതും അത് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ, അതായത് ഇതിന്റെ ഒന്നും കൂടെ ഡീപ്പായിട്ട് PIB-ലൊക്കെ വന്നിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസ് മുതൽ നമുക്ക് ഏകദേശം 400 ഇലക്ഷൻസ് നമ്മുടെ ലോക്സഭയിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിനൊക്കെ ആയിട്ട് ഇതിനോടകം ഇലക്ഷൻ കമ്മീഷൻ കമ്മിറ്റ്മെന്റോടുകൂടിയും ട്രാൻസ്പെറൻസിയോടുകൂടിയും ഫെയർനെസ്സോടുകൂടിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് എഴുതുന്ന സമയത്ത് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഓഫീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോട്ട് തന്നെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വളരെ ഒരു എന്താ പറയാ ഒരു ഫോഴ്സ് ഉള്ള ഒരു
കോട്ട് തന്നെയാണ്. അതായത് 400 ഇലക്ഷൻസ് നടത്തി കഴിഞ്ഞു നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലെങ്കിലും ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരു ബ്യൂറോക്രാറ്റായി ഒരു IAS ഓഫീസറായി ഒരിക്കലെങ്കിലും ഒരു ഇലക്ഷൻ കമ്മീഷനായിട്ട് വരിക എന്നൊക്കെ പറയുന്ന വളരെ വലിയൊരു ഡ്രീമുള്ള ആളുകളാണ് നമ്മളിൽ പലരും, അല്ലെ? അപ്പോ ആ ഒരു ഓഫീസിന് ഇത്ര ക്രെഡിബിലിറ്റി ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? നോക്കൂ, 400 ഇലക്ഷൻസ് ആണ് നമ്മൾ ഇതിനോടകം നടത്തി കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു 75-76 കൊല്ലങ്ങളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു കുറെ നാളുകളായിട്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷം മുതൽ 400 ഇലക്ഷൻസ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നടത്തി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ 400 ഇലക്ഷന്റെ സമയത്ത് നമുക്ക് ചെലവുണ്ട്, അല്ലെ? ഇപ്പൊ 10,000 രൂപ മൊത്തത്തിൽ ഓരോ ഇലക്ഷൻ ചെലവ് വന്നില്ലെങ്കിലും ഒരു ആവറേജ് ഒരു മിനിമം ടു മിനിമം 1000 കോടി ഇറ്റ്സെൽഫ് ഈസ് എ ബിഗ് എമൗണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ സ്കാമുകളിലും ലക്ഷം കോടിയുടെ സ്കാമിനെ കുറിച്ചൊക്കെ കേട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പബാഡിലേക്ക് വരുമ്പോഴത്തേക്കും, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോഴത്തേക്കും 100 കോടി 1000 കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നാം. ബട്ട് സ്റ്റിൽ ഈ 1000 കോടി രൂപ നമുക്കൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് സ്പെൻഡ് ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്കത് എത്രത്തോളം റിട്ടേൺ കിട്ടിയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇങ്ങനെ ഒരു എക്സസൈസ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഒരു അസറ്റ് ക്രിയേഷനോ ഒരു വാല്യൂ അഡീഷനോ പ്രത്യേകിച്ച് ഒരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഈ ഒരു എക്സ്പെൻസ് നമുക്ക് അത്ര ഒരു വലിയ ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. സോ അപ്പൊ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 1 നേഷൻ 1 ഇലക്ഷനിലേക്ക് മാറാം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു കമ്മിറ്റി പ്രപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഓക്കെ, നമ്മുടെ ഇലക്ഷൻ സൈക്കിൾസ് അതാണ്, ദാറ്റ് ഈസ് ദ മേജർ എയിം ഓഫ് 1 നേഷൻ 1 ഇലക്ഷൻ, ദാറ്റ് ഈസ് ടു പ്രപ്പോസ് ദ അലൈനിങ് ദി ഇലക്ഷൻ സൈക്കിൾസ് ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനകത്ത് പറയുന്ന ഒരു അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദിസ് വുഡ് അലോ വോട്ടേഴ്സ് ടു കാസ്റ്റ് ദെയർ ബാലറ്റ് ഫോർ ബോത്ത് ടയേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓൺ ദ സെയിം ഡേ ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യുവൻസി. ഇപ്പോൾ ഒരു ജനങ്ങളുടെ ഒരു ഈസ് ഓഫ് ലിവിങ്ങിനും ഇതിനെ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു ഇലക്ഷൻ സമയത്ത് നമ്മളുടെ പഞ്ചായത്ത് ലെവൽ ഇലക്ഷൻ ഉണ്ട്, അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻസ് വരുന്നു, അതിനുശേഷം പാർലമെന്ററി ഇലക്ഷൻസ് വരുന്നു. കംസെ കം എല്ലാ 2 വർഷം കൂടുമ്പോഴും നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ടീസിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി, ഒരു ഒബ്ജക്റ്റീവ് കൂടിയും എവിടെയുണ്ട്, ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് ക്രിട്ടിക്സ് ഒക്കെ ഇതിനെ തന്നെയാ പറയുന്നത്. കാരണം ഒരു ഡെമോക്രാറ്റിക് നേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ലോക്സഭയോട് മാത്രമല്ലാതെ ഒരു ജനങ്ങളോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ഷൻ ആണ്. അപ്പൊ ഈ 1 നേഷൻ 1 ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ 1 ഇലക്ഷൻ കഴിഞ്ഞ് അപ്പർ റെപ്രസെന്റേറ്റീവ്സ് ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതേസമയം ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഇലക്ഷൻസോ ലോക്കൽ പഞ്ചായത്ത് ലെവലിലുള്ള ഇലക്ഷൻസോ ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ടെങ്കിൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലിസ്റ്റ് അപ്പീസ്മെന്റിന്റെ ഭാഗമായിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു മെജോറിറ്റി, ഇപ്പൊ നമ്മുടെ ഒരു നാഷണൽ ലെവൽ ഇലക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി അപ്പീസ്മെന്റ് ആണ് അവിടെ കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇപ്പൊ നമ്മള് ജവഹർലാൽ നെഹ്റു തന്നെ ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അതായത് നമ്മളിങ്ങനെ പറയുന്നു, അതായത് ജവഹർലാൽ നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം മൈനോറിറ്റി അപ്പീസ്മെന്റുകൾ ഒരുപാട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഫാക്ടറിലായിരുന്നു. ഇപ്പൊ 1962 സമയത്ത്, 1960s ആയിട്ട് അദ്ദേഹം ഒരുപാട് മൈനോറിറ്റി അപ്പീസ്മെന്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം അദ്ദേഹത്തിനെതിരെ വന്നിരുന്നു. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ അദ്ദേഹം അതിനെ വളരെ മനോഹരമായിട്ടാണ് റിപ്ലൈ ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, അപ്പീസ്മെന്റ് ഒരിക്കലും നമുക്ക് ഒരു ഡെമോക്രാറ്റിക് നേഷനെ ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഒരു അപ്പീസ്മെന്റ് ചെയ്യുന്നത് ഒരിക്കലും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അപ്പീസ്മെന്റ് ചെയ്യുന്നത് എപ്പോഴും മെജോറിറ്റി അപ്പീസ്മെന്റിനെക്കാട്ടിലും മൈനോറിറ്റി അപ്പീസ്മെന്റിനായിരിക്കും ഞാൻ മുൻഗണന കൊടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, റൈറ്റ്? അപ്പൊ അത്രയും ഡീപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ള കാരണം എന്താണ്, ഈ അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും നമ്മളുടെ ഒരു ഇലക്ഷൻ വീണ്ടും അധികാരത്തിലേക്ക് എത്താനായിട്ട്, വീണ്ടും അതോറിറ്റിയിലേക്ക് എത്താനായിട്ട് നമ്മളുടെ ഗവൺമെന്റ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് അപ്പൊ ഈ അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ അപ്പീസ്മെന്റുകളെല്ലാം എന്തായിരിക്കും, നമുക്ക് ആബ്സെന്റ് ആയിരിക്കും. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം ആയിട്ട് നമുക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 1 നേഷൻ 1 ഇലക്ഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് അപ്രോച്ച് എയിം ടു അഡ്രസ് ലോജിസ്റ്റിക്കൽ ചലഞ്ചസ്, റെഡ്യൂസ് കോസ്റ്റ്, മിനിമൈസ് ഡിസ്റപ്ഷൻ കോസ്റ്റ് ബൈ ഫ്രീക്വന്റ് ഇലക്ഷൻസ്, അല്ലെ? ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് തന്നെയാണെങ്കിലും അവരുടെ ഒരു ഗവേണൻസിനിടയിൽ, ഇപ്പൊ നോക്കൂ, നമുക്കിപ്പോ ഒരു ബീഹാർ ഇലക്ഷൻ വരുന്നു. ഇപ്പൊ വളരെയധികം ഒപ്പോസിഷൻ ക്രിട്ടിക് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, ഗവൺമെന്റ് തന്നെ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് പോലും ബീഹാർ ഇലക്ഷന് ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ
എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനത്തെ ബീഹാറിനെ അപ്പീസ് ചെയ്തുകൊണ്ട് ബഡ്ജറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവിടെ ഇലക്ഷൻ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല, അങ്ങനെ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നതല്ല. പക്ഷെ അതൊരു ഫാക്ടറായിട്ട് നമുക്ക് എടുക്കാം. അൾട്ടിമേറ്റ്ലി എഫിഷ്യൻസി മാറ്റേഴ്സ് അല്ലെ. നമുക്ക് ആ ഒരു എഫിഷ്യൻസിയിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വൺ നേഷൻ വൺ ഇലക്ഷൻ ആണെങ്കിൽ ഇതേപോലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഒപ്പോസിഷൻ ആർഗ്യുമെന്റ്സിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു കിടക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ എക്സ്പെൻഡിച്ചറുകൾ കൂട്ടാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ കൂട്ടാം, നമ്മളുടെ റവന്യൂ എക്സ്പെൻഡിച്ചറുകളൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വൺ നേഷൻ വൺ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മേജർലി പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് കുറച്ച് ഞാൻ ഡയറക്ട്ലി PIBയിൽ നിന്നും കോട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ PDF നിങ്ങൾക്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ആക്സസബിൾ ആണ്. ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾ ഈ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. മെയിൻസിനൊക്കെ നിങ്ങൾക്ക് SIക്കും മെയിൻസിനും ഇന്റർവ്യൂവിനും ഉൾപ്പെടെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു PDF എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കത് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, നൗ ഇനി നമുക്ക് സംസാരിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റീസെന്റ് വന്നിട്ടുള്ള കുര്യൻ ജോസഫ് കമ്മിറ്റി റിപ്പോർട്ടാണ്. കുര്യൻ ജോസഫ് കമ്മിറ്റി റിപ്പോർട്ട്, കുര്യൻ ജോസഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തമിഴ്നാട് ഗവൺമെന്റ് ആണ് അദ്ദേഹത്തിന് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിക്ക് ചുമതലപ്പെടുത്തിയത്. അതിന്റെ മേജർ എയിം എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ടെൻഡൻസീസ് ഇന്ത്യയിൽ കൂടുന്നു എന്ന് പറയുന്ന ഒരു ആന്റി ഫെഡറലിസ്റ്റിക് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കുര്യൻ ജോസഫ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് തമിഴ്നാട് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് അല്ല, അത് സൂക്ഷിക്കണം. പക്ഷേ ഇതിനകത്ത് ആ കമ്മിറ്റിയുടെ ഒബ്സർവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ സർക്കാരിയ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ പിന്നെ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കുര്യൻ ജോസഫ് കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ കണ്ടംപററി ആയിട്ട് ഫെഡറലിസം ഫേസ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്കുകളെ, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്കിവിടെ കാണാം. ആഫ്റ്റർ ഓൾ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ ഐ ബിലീവ് നമുക്ക് ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജെന്യുവൻ ആണെന്ന് നമുക്ക് തോന്നുന്ന ഏതൊരു ഫാക്ടറും നമുക്ക് കോട്ട് ചെയ്യാം. നമ്മുടെ മെയിൻസിനായിക്കോട്ടെ, പ്രിലിംസിന് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യത കുറവാണ്. മെയിൻസിന് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കുര്യൻ ജോസഫ് കമ്മിറ്റീനെ കുറിച്ചിട്ടൊക്കെ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വാല്യൂ അഡീഷൻ ആണ്. വളരെ റീസെന്റ് ആയിട്ടാണ് കുര്യൻ ജോസഫ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കപ്പോ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ ക്വാസി ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ ഒരു പൊളിറ്റിയുടെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫെഡറൽ സ്റ്റേറ്റ്സും അല്ലെങ്കിൽ ഫെഡറൽ ഈ പറഞ്ഞിട്ടുള്ള കൺട്രീസും അതേപോലെ തന്നെ ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റും ആണ്, ഐ മീൻ കൺട്രീസും ആണ്. ഇപ്പൊ US നോക്കുകയാണെങ്കിൽ USA ഒരു ഫെഡറൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം UK ഒരു യൂണിയൻ ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ യൂണിയൻ ഗവൺമെന്റും ഫെഡറൽ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു ക്വാസി ഫെഡറൽ ആക്കി മാറ്റിയിരിക്കുന്നു. അതേപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസിൽ ഫെഡറലിസം എന്ന് പറയുന്നതിനെ ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ വരുന്നു. ദെൻ അതേപോലെ തന്നെ ആ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ പിന്നീട് കോർട്ട് ഇന്റർഫിയർ ചെയ്തിട്ട് ഫെഡറലിസം ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഫെഡറലിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്നില്ല. മറിച്ച് ആർട്ടിക്കിൾ 1 തന്നെ പറയുന്നത് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്ക് ഈ ഒരു ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സോളാണ്. ഇപ്പൊ നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നതിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, പക്ഷെ ആ ആത്മാവില്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സോൾ, വൺ ഓഫ് ദ സോൾ ആണ് എന്ത്, ഈ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ ഈ എന്താ പറയാ, സ്റ്റേറ്റ്സിനെയും യൂണിയൻ ഗവൺമെന്റിനെയും ഈക്വൽ ആയിട്ട് കാണുന്ന ഒരു രീതിയാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫെഡറലിസത്തിനകത്തേക്ക് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു മേജർ കുറച്ച് നാളത്തെ കുറച്ച്
ആക്ടിവിറ്റി, അതായത് നമ്മളുടെ എപ്പോഴെല്ലാം സെൻട്രലിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വരുന്നോ അപ്പോഴൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ സ്റ്റേറ്റ്സിന് വോയിസ് കുറയുന്നത്. അപ്പൊ ആ ഒരു കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നെഗ്ലിജൻസ് സെൻട്രലിന്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കമ്മിറ്റി ഒബ്സർവ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് വായിക്കാം. ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് GST റെജീം എന്ന് പറയുന്നതാണ്. അപ്പൊ GST റെജീമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഇപ്പൊ ഒരു സ്റ്റേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വിടുക. ഒരു വീട് എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു ഫാമിലി എടുത്തോളൂ. ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സിസ്റ്റൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ് ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് കിട്ടാതിരുന്നാൽ അവരുടെ സ്റ്റേറ്റ്സിന്റെ സോവറിനിറ്റിനെയും അവരുടെ ഓട്ടോണമിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ സ്റ്റേറ്റ്സിന്റെ അവരുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടക്കാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു പൈസ റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഫൈനാൻസ് റേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറുകൾ നടത്താനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ GST വന്നതിന് ശേഷം ഈ ഒരു വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെയിൽ ടാക്സും വാല്യൂ അഡീഷൻ ടാക്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് പുതിയൊരു യൂണിഫോം ടാക്സ് സ്ട്രക്ചറിലേക്ക് വന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് നേഷൻസിന് അവരുടെ ഒരുപാട് സ്റ്റേറ്റ്സിന് അവരുടെ ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുന്നത് ഒരു പ്രോബ്ലം ആയിട്ട് കുര്യൻ ജോസഫ് കമ്മിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്, അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആണ്. ഇപ്പോ അദ്ദേഹം പറയുന്നത് ദ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് അറ്റ് ദ മേഴ്സി ഓഫ് സെന്റർ എന്നുള്ളതാണ്. ഇത് വളരെയധികം ബ്ലേറ്റന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വളരെയധികം ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സെൻട്രലിന്റെ അതോറിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അവരുടെ ഒരു എന്താ പറയാ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിന്റെ അബ്രോഗേഷനും ആർട്ടിക്കിൾ 370 അബ്രോഗേഷനും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗവൺമെന്റിന് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഒട്ടും എൻഷുർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, സെക്യൂരിറ്റി കൺസേൺസും അവിടുത്തെ വേറെ ഉള്ള സെപ്പറേറ്റിസ്റ്റ് കൺസേൺസും ടെററിസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ടെററിസ്റ്റ് ത്രെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ അതിന്റെയൊക്കെ ഒരു റീസണിന്റെ ഭാഗമായിട്ടാണ് ഈ അബ്രോഗേഷൻ നടക്കുന്നത്. അപ്പോ എന്നിരുന്നാലും ഈ പറഞ്ഞിട്ടുള്ള കുര്യൻ കമ്മിറ്റി ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ്സിന് അവരുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഒരു മേഴ്സി ഓഫ് സെൻട്രലാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് അവർ കോട്ട് ചെയ്തിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ പോയിന്റ് ആണ്. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ പറഞ്ഞു തമിഴ്നാട് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ലാംഗ്വേജ് റിലേറ്റഡ് ദ്രവിഡിയൻ വേഴ്സസ് ഹിന്ദി ഒരു പ്രോബ്ലം, തമിഴ് വേഴ്സസ് ഹിന്ദി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ അവിടെയൊക്കെ വളരെ സെലിബ്രിറ്റീസ് എല്ലാം വളരെ എന്താ പറയാ ഒരു റൂത്ത്ലെസ് ആയിട്ട് ഹിന്ദിയെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു #ഹാഷ്ടാഗ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എന്താണ് ഹിന്ദി തിരിയാതെ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈവൻ AR റഹ്മാനെ പോലുള്ള വളരെ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഇതിന്റെ വളരെയധികം ഒരു എന്താ പറയാ പ്രീച്ചേഴ്സ് ആണ്, അഡ്വക്കേറ്റ്സ് ആണ് ഈ ഒരു ആന്റി ഹിന്ദിയൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിനെതിരായിട്ട്. അപ്പോൾ അത് പറയുന്നുണ്ട് ഒരു നാഷണൽ ലാംഗ്വേജ് ഇന്ത്യയിലെ ഒരു 40% ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണല്ലോ ഈ പറയുന്ന ഹിന്ദി എന്ന് പറയുന്നത്. അപ്പൊ ആ ഹിന്ദിയെ ഒരു മോണോ കൾച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഒരു കോമൺ ഹിന്ദി ഒരു മാത്രമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മൈനോറിറ്റി ലാംഗ്വേജസിനെ എല്ലാം ഇഗ്നോർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റെപ്പ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ അതിനെതിരെ നിൽക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് തമിഴ്നാട് ഫേസ് ചെയ്യുന്ന മേജർ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ടസൽ ബിറ്റ്വീൻ ദ ഗവർണർ ആൻഡ് ദ ചീഫ് മിനിസ്റ്റർ. ഇപ്പൊ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് എക്സിക്യൂട്ടീവും അതേപോലെ മറ്റേ നോമിനേറ്റഡ് എക്സിക്യൂട്ടീവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നമ്മൾ തമിഴ്നാട്ടിൽ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണാറുണ്ട്. ഒരു ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അതൊരു ഒട്ടും പുതുമയുള്ള ഒരു കാര്യമല്ല, ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ വരുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മളുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരാനായിട്ട് പോവുകയാണ്. അടുത്ത സെൻസസിന് ശേഷം നമുക്കൊരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ സദേൺ സ്റ്റേറ്റ്സിന്, അതായത് നമ്മളുടെ പോപ്പുലേഷൻ പോളിസീസ് എല്ലാം ഏറ്റവും മനോഹരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സദേൺ സ്റ്റേറ്റിന് സീറ്റ്സ് കുറയാനും പോപ്പുലേഷൻ വെൽഫെയർ പരിപാടികളെല്ലാം ഏറ്റവും കുറവ്
ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ സീറ്റ്സ് കൂടാനും സാധ്യതയുണ്ട്. അത് വളരെയധികം ഒരു കൺസേൺ ആയിട്ട് റേസ് ചെയ്തു. ഈവൻ ഇഫ് ഈ ഒരു കൺസേണിനെ നമ്മളുടെ ഹോണറബിൾ ഹോം മിനിസ്റ്റർ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ സീറ്റ്സ് കുറയില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എന്നിരുന്നാലും ഞാനതൊരു ഈ ന്യൂസ് ആർട്ടിക്കിളിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ, കുര്യൻ ജോസഫ് കമ്മിറ്റിയുടെ ഒബ്സർവേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഒബ്ജക്റ്റീവ്ലി പറയുക എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അപ്പോൾ ലൈക്ക് ദ കമ്മിറ്റി കൺക്ലൂഡ്സ് ദാറ്റ് ദ സെൻട്രലൈസേഷൻ ഈസ് ഇൻക്രീസിങ് വിച്ച് ഈസ് നോട്ട് ഹെൽത്തി, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഫെഡറലിസം ഈസ് വൺ ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ അല്ലേ. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഫെഡറലിസത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ടെൻഡൻസി വരുന്നു. പിന്നെ നമ്മളുടെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഒക്കെ ഒരുപാട് ഇതിനെതിരെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതായിട്ട് ഒരു സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയാനുള്ളത്. നമ്മളുടെ IIT മദ്രാസിലെ ഒരു പേറ്റന്റിങ്, IIT മദ്രാസ് റീസെന്റ് ചെയ്തിരിക്കുന്ന IIT മദ്രാസിലുള്ള റിസർച്ചേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു പേറ്റന്റിന്റെ, ഒരു റിസർച്ചിന്റെ പേറ്റന്റിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ബ്ലഡ് കോട്ട് ചെയ്യാതെ, അതായത് എന്താണ്, റിസർച്ചേഴ്സ് അറ്റ് IIT മദ്രാസ് ഹാവ് സെക്യൂർഡ് എ പേറ്റന്റ് ഫോർ ആൻ ഒപ്റ്റിക്സ് ബേസ്ഡ് ടെക്നിക്. ഒരു ഒപ്റ്റിക് ബേസ്ഡ് ടെക്നിക്ക് അവർ പേറ്റന്റ് ചെയ്തിരിക്കുകയാണ്. വിച്ച് മെഷേഴ്സ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം യൂസിങ് ചേഞ്ചസ് ഇൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഓൺ ദ സർഫേസ് ഓഫ് മെറ്റീരിയൽ, ഓഫറിംഗ് ഹൈ പ്രിസിഷൻ ദാറ്റ് കൺവെൻഷണൽ മെത്തേഡ്സ്. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ ഒരു ടേം നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീമോ കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഹീമോ എന്ന് പറയുന്നത് ബ്ലഡ് എന്നാണ് അർത്ഥം. സോ ഹീമോ കമ്പാറ്റബിലിറ്റി ഈസ് ദി എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഓർ മെഡിക്കൽ ഡിവൈസ് ടു ഇന്റർഫേസ് വിത്ത് ബ്ലഡ് വിത്തൗട്ട് ഇൻഡ്യൂസിങ് അഡ്വേഴ്സ് റിയേഷൻ, particularly clotting, which is critical for implants such as stents, okay, heart valves and catheters. സോ ഇതിൽ സംഭവിക്കുന്നുണ്ട്, നമ്മളുടെ ഒരു ടൂൾ, ഇപ്പൊ നമുക്കൊരു വാൽവ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അല്ലെങ്കിൽ സ്റ്റെറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, ഇതേപോലെയുള്ള മെറ്റീരിയൽസിന്റെ ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ബ്ലഡിന്റെ ക്ലോട്ടിങ് വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ്. രക്തം കട്ടപിടിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ അതിനെതിരെ, ആ ഒരു ബ്ലഡ് ക്ലോട്ടിങ് പ്രോസസ്സിനെതിരെ കമ്പാറ്റബിൾ ആയിട്ട്, അങ്ങനെ അതിന് കാറ്റലിസ്റ്റ് ആയിട്ട് നിൽക്കാതെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒപ്റ്റിക്സ് ബേസ്ഡ് ടെക്നിക് എന്നാണ് ന്യൂസ് പേപ്പറിൽ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ മെത്തേഡിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, ഒരു ഒപ്റ്റിക് ബേസ്ഡ് ടെക്നിക് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ദെൻ നമുക്കൊരു എന്താ പറയുക, കുറെ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഇതിനകത്ത് കൂടുതലൊന്നും നമുക്ക് വേണ്ടി വരില്ല. നമ്മൾ എന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു ഹീമോ കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എന്താണ് ഈ ഹീമോ കമ്പാറ്റബിലിറ്റി കോൺസെപ്റ്റ് എന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കി വെച്ചേൽക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ നമ്മളുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് FDA റിലേറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 മാസമായിട്ട് നമ്മളുടെ FDA ഗ്രോത്ത് നെഗറ്റീവ് ആണ്. നെറ്റ് FDA ഇസ് നെഗറ്റീവ്. നെറ്റ് FDA എന്ന് പറഞ്ഞാൽ FDA കമ്മിങ് ടു ഇന്ത്യ മൈനസ് FDA ഗോയിങ് ഫ്രം ഇന്ത്യ. അപ്പോൾ നമ്മളുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, സോ അപ്പോൾ ഈ നെറ്റ് FDA എന്താണ്, നെഗറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. സോ നെറ്റ് FDA ഞാൻ പറഞ്ഞു, നെറ്റ് FDA is calculated as gross foreign direct investment inflow minus repatriation by foreign companies and outward investment by Indian companies. Okay, then net FDI into India remained negative for 4 consecutive months in December 2025, standing at $1.6 billion due to നെഗറ്റീവ് ഡോളർ. അതായത് ഒരു $1.6 ബില്യൺ ആണ് നമ്മളുടെ നെഗറ്റീവ് അല്ലെങ്കിൽ നെറ്റ് FDA എന്ന് പറയുന്നത്. നെഗറ്റീവ് ആണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ നിന്നും പോയിരിക്കുന്ന FDA ആണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന FDIനെക്കാട്ടിലും കൂടുതൽ എന്നാണ് ഇതിലേക്ക് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ മേജർ സോഴ്സ് കൺട്രീസ്, FDA ഏറ്റവും കൂടുതൽ വരുന്ന കൺട്രീസ് എന്ന് പറയുന്നത് സിംഗപ്പൂർ, നെതർലാൻഡ്സ്, മൗറീഷ്യസ് ഒക്കെയാണ്. ഈ 3 കൺട്രീസ് ക്യുമുലേറ്റീവ്ലി ഏകദേശം 80% ഓഫ് ഇന്ത്യയുടെ ക്യുമുലേറ്റീവ് FDA വരുന്നത് ഈ 3 നേഷൻസിൽ നിന്ന് മാത്രമാണ്. ഓക്കെ, ദെൻ കീ റെസിപ്പിയൻസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, സർവീസസ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ് ഏറ്റവും വലിയ റെസിപ്പിയൻ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
നമുക്ക് നോക്കേണ്ടത് ഔട്ട്വേർഡ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനകത്ത് ഏറ്റവും കീ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും സിംഗപ്പൂർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ FDI വരുന്നതും ഏറ്റവും കൂടുതൽ FDI പോകുന്നതും എവിടേക്കാണ്? സിംഗപ്പൂരിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ടാക്സ് ഹെവൻ തേടിയുള്ള ഒരു എന്താ പറയാ ഒരു മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ഒരു ഹവാല പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ടാക്സ് ഇവേഷൻ, ടാക്സ് ഹെവൻസ് തേടി, സേഫ് ഹാർബേഴ്സ് തേടി മണി പോകുന്ന ഒരു രീതിയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ USA ആണ്, ദെൻ UAE ആൻഡ് യുണൈറ്റഡ് കിങ്ഡം, ദെൻ നെതർലാൻഡ്സ്. ഓക്കെ, മേജർ സെക്ടേഴ്സ്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻസും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ് വേർ ഫൈനാൻഷ്യൽ സർവീസസിലും ഇൻഷുറൻസിലും ബിസിനസ് സർവീസസിലും ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മളിപ്പോൾ ഇന്ത്യൻസ് ചെയ്തിട്ടുണ്ട് പുറത്ത്. അപ്പൊ അതിന്റെ കൂടി കാരണം കൊണ്ടാണ് FDI നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ന്യൂസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ കറണ്ട് അഫയേഴ്സുമായിട്ട് വരുന്നതാണ്. നിങ്ങളുടെ പഠിത്തം എങ്ങനെയൊക്കെ ഈസി ആക്കാവോ അതേപോലെയുള്ള ഓരോ ഇനീഷ്യേറ്റീവ്സുമായിട്ടും അനന്ത എപ്പോഴും വരാറുണ്ട്. സോ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് അവർ ചാനൽ. Okay, have a great day and thank you.